കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനങ്ങളിലൊന്നായ കോഴിക്കോട് നഗരത്തെ ഭീതിയുടെ നിഴലിൽ ആഴ്ത്തിക്കൊണ്ട് വീണ്ടും ഒരു ക്രൂരമായ ലൈംഗിക അതിക്രമ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഏപ്രിൽ മാസം 30-ാം തീയതി രാത്രിയിൽ തികച്ചും സാധാരണമായ രീതിയിൽ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന 17 വയസ്സുകാരനായ ഒരു കൗമാരക്കാരനാണ് ഇവിടെ ക്രൂരമായ വേട്ടയാടലിന് ഇരയായത്. നഗരമധ്യത്തിലെ തിരക്കേറിയ പാളയത്തു നിന്നും പുഷ്പ ജംഗ്ഷനിലേക്ക് നടന്നു പോകുകയായിരുന്ന ആൺകുട്ടിയെ ജയലക്ഷ്മി സിൽക്സിന് എതിർവശത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് സ്കൂട്ടറിലെത്തിയ രണ്ട് സാമൂഹിക വിരുദ്ധർ തടഞ്ഞു നിർത്തിയത്. ആരും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ ജനക്കൂട്ടത്തിന് തൊട്ടടുത്തു നിന്നാണ് പ്രതികൾ ഈ അതിക്രമം ആസൂത്രണം ചെയ്തതെന്നത് പൊതുസമൂഹത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു. പെട്രോൾ പമ്പിന് സമീപം വെച്ച് ആൺകുട്ടിയെ ബലം പ്രയോഗിച്ച് സ്കൂട്ടറിൽ കയറ്റി ഇരുണ്ട വഴികളിലൂടെ ഇവർ കൊണ്ടുപോവുകയായിരുന്നു. ആളൊഴിഞ്ഞ ഒരു കടമുറിയിൽ എത്തിച്ച ശേഷമാണ് പ്രതികൾ തങ്ങളുടെ യഥാർത്ഥ രാക്ഷസീയ മുഖം പുറത്തെടുത്തത്. അവിടെ വെച്ച് കുട്ടിയെ ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുക മാത്രമല്ല, തങ്ങളുടെ ക്രൂരത പുറം ലോകം അറിയാതിരിക്കാൻ കത്തികാട്ടി വധഭീഷണി മുഴക്കുകയും ചെയ്തു. ഭയന്നു വിറച്ച കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ വരെ തട്ടിയെടുത്ത് അവനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താൻ ഇവർ ശ്രമിച്ചു. ഒരു കൗമാരക്കാരന്റെ മാനസികവും ശാരീരികവുമായ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും തകർത്തെറിയുന്ന രീതിയിലുള്ള അതിക്രമമാണ് ആ ആളൊഴിഞ്ഞ കടമുറിക്കുള്ളിൽ അരങ്ങേറിയത്. ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടും ഭയന്ന് പിന്മാറാതെ ധീരമായി പോലീസിനെ സമീപിച്ച കുട്ടിയുടെ പരാതിയിലാണ് കസബ പോലീസ് സ്റ്റേഷൻ അന്വേഷണം ആരംഭിച്ചത്. കസബ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PG ജിമ്മിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സജേഷ് കുമാർ, SCPOമാരായ ദീപു, ഷിജിത്, സന്ദീപ്, CPOമാരായ അഭയ്, അമൃത എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം വളരെ വേഗത്തിലാണ് പ്രതികളിലേക്ക് എത്തിയത്. ശാസ്ത്രീയമായ തെളിവുകളുടെയും രഹസ്യ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ഒന്നാം പ്രതിയായ കിനാലൂർ സ്വദേശി എച്ചിങ്ങാപൊയ്കയിൽ വീട്ടിൽ അർഷാദ് ഹുസൈനെ, പൂനൂരിൽ നിന്നും രണ്ടാം പ്രതിയായ തലക്കുളത്തൂർ സ്വദേശി നടുവയൽ ലക്ഷം വീട് കോളനിയിലെ സജീറിനെ കോഴിക്കോട് നിന്നും പോലീസ് വലയിലാക്കി. പിടിയിലായ പ്രതികൾ വെറും ഒരു അതിക്രമകാരികൾ മാത്രമല്ല, മറിച്ച് സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയയിലെ പ്രധാന കണ്ണികളാണെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പിന്നീട് പുറത്തു വന്നത്. പ്രതിയായ സജീറിനെതിരെ കോഴിക്കോട് സിറ്റിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി മയക്കുമരുന്ന് ഉപയോഗിച്ചതിനും വിൽപ്പനയ്ക്കായി കൈവശം വച്ചതിനും പൊതുജന ശല്യമുണ്ടാക്കിയതിനും നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. മറ്റൊരു പ്രതിയായ അർഷാദ് ഹുസൈന്റെ പശ്ചാത്തലം ഇതിലും ഭീകരമാണ്. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് 25 കിലോഗ്രാം കഞ്ചാവ് കടത്തുന്നതിനിടെ ഒഡീഷ പോലീസിന്റെ പിടിയിലാവുകയും അവിടെ 2 വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത കുപ്രസിദ്ധ കുറ്റവാളിയാണ് ഇയാൾ. ജയിലിൽ കിടന്നിട്ടും യാതൊരു മാനസാന്തരവും വരാത്ത ഇത്തരം ക്രിമിനലുകളാണ് നമ്മുടെ തെരുവുകളിൽ സ്വതന്ത്രമായി വിഹരിക്കുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട കുറ്റവാളികൾക്ക് പ്രായഭേദമന്യേ ആരെയും ആക്രമിക്കാൻ മടിയില്ലാത്തതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഈ സംഭവം. ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന ഇത്തരം കൊടും കുറ്റവാളികൾ വീണ്ടും സമൂഹത്തിലേക്ക് വന്ന ലഹരി വിൽപ്പനയും ക്രൂരമായ പീഡനങ്ങളും തുടരുന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. രാത്രികാലങ്ങളിൽ നമ്മുടെ നഗരങ്ങളിലെ റോഡുകൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന ഗൗരവമേറിയ ചർച്ചകൾക്ക് ഈ സംഭവം വഴിവെക്കുന്നു. ഇത്തരം ലഹരി ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ നിയമ നടപടികളും കർശനമായ നിരീക്ഷണവും ഉണ്ടായാൽ മാത്രമേ ഇനിയൊരു കുട്ടി പോലും ഇത്തരം ക്രൂരതകൾക്ക് ഇരയാകാതിരിക്കൂ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്ക് അർഹമായ കഠിന ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്.